സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടത് മതി. ദൈവത്തിന് സ്തോത്രം. സകല മ്ലേച്ഛതകളും. എന്താണ് ഈ മ്ലേച്ഛതകൾ? അബോമിനേഷൻസ്. എന്താണ് ഈ മ്ലേച്ഛതകൾ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിക്ക് വിപരീതമായൊരു സകലതും മ്ലേച്ഛതകൾ എന്നാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ആ മലയാള വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകിയ. ദൈവത്തിന് സ്തോത്രം. പാപം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. പക്ഷെ മ്ലേച്ഛത എന്ന് കേൾക്കുമ്പോൾ ആ വാക്ക് തന്നെ ഏതാണ്ട് കുഴഞ്ഞു കിടക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഇടയ്ക്കൊക്കെ എന്തോ കുഴച്ചിലുള്ള പോലെ ആ വാക്കിൽ തന്നെ നമുക്ക് തോന്നുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മ്ലേച്ഛതകൾ ദൈവ വിശുദ്ധിക്ക് വിരോധമായി നിലകൊള്ളുന്നത് ഒന്ന് മനസ്സിലാക്കുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം എടുത്താട്ട് 18-ന്റെ 9 ഒന്ന് വായിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അറിയാതെ വന്നു കയറുന്ന ഒരു സംഭവം. വായിച്ചട്ടെ 18:9. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ദൈവത്തിന് സ്തോത്രം. വെളിച്ചപ്പാടൻ. ചില വെന്തിക്കോസുകാർ വെളിച്ചപ്പാടന്മാരുടെ അടുക്കൽ പോകുന്നുണ്ട്. ആത്മീയ കോളത്തിലുണ്ട് ഇക്കാലത്ത് വെളിച്ചപ്പാടന്മാർ. ഇങ്ങനെ ഉറഞ്ഞു തുള്ളി വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞു കളി. ഇതാണെന്നൊക്കെ വിളിച്ചു പറയുന്നവര്. ദൈവത്തിന് സ്തോത്രം. വെളിച്ചപ്പാടൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ജാതികളുടെ മ്ലേച്ഛത നിങ്ങൾ പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് പല ദൈവമക്കൾക്കും അറിയാതെ സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വീട് വെക്കുവാൻ പോയാൽ സ്ഥാനം നോക്കുവാൻ ആളെ വിളിച്ചുകൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ആശാരിയെ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം മുക്കാലിരുന്നുണ്ട് ഒരു കണ്ണ് അടച്ച് ഇങ്ങനെയൊക്കെ നോക്കി സ്ഥാനം നിർണയിച്ചു കൊടുക്കുമ്പോൾ ദൈവമക്കൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കല്ലിടാൻ ദൈവദാസനെ വിളിച്ചു കഴിഞ്ഞാൽ കല്ലിടാൻ വരുന്ന ദൈവദാസനോട് വെച്ചാൽ 5 മിനിറ്റോടെ നിൽക്കാൻ. എന്താ കാര്യം ചോദിച്ചപ്പോ 10 മിനിറ്റോടെ കഴിഞ്ഞാൽ മുഹൂർത്തമാകത്തുള്ളെന്ന്. എവനെ അടിക്കണ്ടായോ? കാശാവുങ്ങുമുട്ടം വെട്ടി അടിക്കണ്ടായോ? ഈ കാലത്ത് ഇങ്ങനെ ജീവിക്കുന്നവനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയല്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തോ. ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിർത്തി പൊളിച്ചു കൊണ്ടുപോകുന്നവർ, ദൈവപ്രമാണത്തിന് ലഘൂകരണം വരുത്തുന്നവർ, ദൈവം വെറുക്കുന്ന ദൈവവിശുദ്ധിക്ക് അന്യമായി ജാതികളുടെ മ്ലേച്ഛതകൾ ചെയ്ത് നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്യരുത് എന്ന് ദൈവവചനം പറയുക. 4-ാമതായി നോക്കുമ്പോൾ യോബ് 31-ാം അധ്യായം 30-ാം വാക്യം വായിക്കുന്നു. സഹോദരനെ, കൂട്ടുകാരന് നേരെ നിങ്ങൾ ശാപം വിളിച്ച് പറഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ പാപമാണ്. ചില ദൈവമക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല ആത്മീയരാണെങ്കിലും കാലക്കേട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരനോട് പറയും, സഹോദരനോട്, ചില ദൈവമക്കളോട് തന്നെ പറയും, നിനക്കൊരു കാലത്തും, അത്രേ ഉള്ളൂ, ഞാൻ ബാക്കി പറയുന്നില്ല, ഒരു കാലത്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീശി എറിഞ്ഞിട്ടൊരു പറച്ചിലുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം, നിനക്ക് തന്നെ നീ പാപം വലിച്ചു വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പാപം? ദൈവവചനം പറയുന്നു, കൂട്ടുകാരനോട്, സഹോദരനോട് ശാപം ചൊല്ലിയാൽ അതവന് പാപമാകുന്നു. ഇനി 5-ാമതായി നോക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 14-21 വാക്യം വായിക്കുമ്പോൾ കൂട്ടുകാരനെ ഒരുവൻ നിന്ദിച്ചാൽ അത് അവന് പാപമാകുന്നു. ഒന്ന് വായിച്ചോട്ടെ 14-21 വാക്യം. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതൊക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നതിന്റെ കാരണം ചിലർക്ക് അറിയത്തില്ല. പാപം എന്ന് പറഞ്ഞാൽ നല്ല 3x അടിച്ചാലേ പാപമുള്ളത് ചിന്തിക്കുന്നു. മദ്യപാനം പാപമാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ മറ്റ് ദുർനടപ്പ്, തെറ്റായ ജീവിത രീതികൾ, ബീഡി കുടിച്ചാൽ പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അയ്യോ, നമ്മൾ ആരും ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ കൂട്ടുകാരനെ നിന്ദിച്ചിട്ടുണ്ട്. ബന്ധിക്കോസുകാരെ, കൂട്ടുകാരെ, സ്വന്തം സഹോദരനെ നിന്ദിച്ചിട്ടുണ്ടോ? നീ പാപം ചെയ്യുകയാ. തമ്പുരാൻ പൊറുക്കാത്ത പാപം ചെയ്യരുതേ എന്ന് ദൈവവചനം പറയുന്നു. ഒരു പാപിയുടെ ജീവിതം ആരംഭിക്കുന്നത്, അവൻ ജന്മനാ പാപിയാണെങ്കിലും അവൻ പാപത്തിന് ദാസനാകുന്നത് പാപത്തിന്റെ പ്രലോഭനങ്ങളാൽ അവൻ പിടിക്കപ്പെട്ടവൻ അത് ചെയ്ത് അതിൽ തുടരുമ്പോൾ അവൻ പാപത്തിന് ദാസനുമാകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം, ആത്മീയ ഗോളത്തിൽ ഇങ്ങനെയുള്ളവർ കുറവല്ല, ഇഷ്ടം പോലെ ഉണ്ടെന്ന് കാണുവാൻ കഴിയുന്നു. അത് പാപമാണ്.
ബൈബിൾ വ്യക്തമായി പറയുന്നു, കൂട്ടുകാരനെ നിന്ദിക്കുന്നത് പാപമാകുന്നു. ഇനിയും 6-ാമത് ആവർത്തന പുസ്തകം 23:21 വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ ഒരു നേർച്ച നീ കഴിച്ചാൽ അത് നിവർത്തിക്കുവാൻ താമസിച്ചാൽ അത് പാപമാകും. ചിലരാണെങ്കിൽ വലിയ തീരുമാനമൊക്കെ എടുക്കൂ. 2018 എന്ന പുത്തൻ വർഷത്തിൽ ഇന്നിങ്ങനെ നിൽക്കുകയല്ലേ. 21-ാം ദിവസം, 20 ദിവസം കടന്നുപോയി, ഒരു മാസത്തിന്റെ പകുതി കഴിഞ്ഞു. ഈ വർഷാരംഭത്തിൽ എത്രയെത്ര തീരുമാനങ്ങൾ എടുത്തവരുണ്ടെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. തീരുമാനങ്ങളുടെ കൂമ്പാരം എടുത്തുകൊണ്ട് നിൽക്കുന്നവർ. പക്ഷേ പല തീരുമാനങ്ങളും ഡയറിക്കകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ അത് സങ്കടമാ. പലരും അറിയുന്നില്ല അത് പാപമാണെന്ന്. നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഒരു നേർച്ച നേർന്നാൽ, ഒരു തീരുമാനമെടുത്താൽ അത് നിവർത്തിക്കാതെ ഇരുന്നാൽ അത് പാപം. പിന്നെ ഈ പാപം ക്ഷമിക്കപ്പെടുന്നെന്നറിയാമോ? ജനുവരി 1 തുടങ്ങുന്നത്, ഡിസംബർ 31 എഴുന്നേറ്റ് ഒരു ഏറ്റുപറച്ചിട്ടുണ്ട്. അതാ സഹിക്കാൻ വയ്യാത്തത്. 31-ാം തീയതി എഴുന്നേറ്റ് എല്ലാ പുള്ളികളും എഴുന്നേറ്റ് വേദപുസ്തകമൊക്കെ ഇങ്ങനെ മാറോടിങ്ങനെ ചേർത്ത് പിടിച്ച് ഏങ്ങലടിച്ചൊരു ഒരു ഏറ്റുപറച്ചിലുണ്ട്. കൺഫസ് ചെയ്യുന്നെങ്ങനെയാണെന്നറിയോ? എന്റെ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ എത്ര തീരുമാനം എടുത്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എന്റെ കുറവാണ്. പിന്നെ വേറെ ആരുടെ കുറവാണ്? അവരവരുടെ കുറവ് തന്നെ, വേറെ ആരുടെയും കുറവൊന്നുമല്ല. നമ്മൾ അതും അങ്ങ് പറയുക, എന്റെ കുറവാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. നിങ്ങൾ എല്ലാവരും കൊത്തിയിരുന്ന് എനിക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ചോണം. എനിക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും ഒന്നും കഴിഞ്ഞ വർഷം നേരം കിട്ടിയില്ല. കൃപയാൽ ഈ വർഷം അതിന് നേരം കിട്ടുമെന്ന് തോന്നുന്നുമില്ല. നിങ്ങളെല്ലാം കൂടെ സമയം കിട്ടുന്നെങ്കിൽ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചേർ, എന്നെ അങ്ങ് സഹായിച്ചേക്കാൻ. ദൈവത്തിന് സ്തോത്രം. നേർച്ച നേർന്നിട്ട് അത് കഴിക്കാൻ താമസിച്ചാൽ പാപമാണെങ്കിൽ അത് കഴിക്കാതിരുന്ന എത്ര വലിയ പാപമാ. അപ്പൊ പാപത്തിന്റെ പട്ടിക എത്ര വലുതാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന. ഓർത്തു നോക്കിയേ, ജീവിതത്തെ നന്നായി ശോധന ചെയ്തു കൊള്ളണം. വീണ്ടും നാം നോക്കുമ്പോൾ 1 ശമൂവേൽ 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ പ്രവാചകനായി ശമൂവേൽ പറയുന്നു, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്ന് പാപം ചെയ്തു പോയി. വായിച്ചോട്ടെ 23-ാം വാക്യം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്തു പോയി. പ്രാർത്ഥിക്കാതെ ഇരുന്ന് പാപം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ സാക്ഷ്യത്തിന്റെ വാക്കൊന്നുകൂടെ ഞാനൊന്ന് കടമെടുക്കുകയാ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാ. ചോദ്യം ചോദിച്ച് കുഴപ്പിക്കാൻ വന്നതല്ല. ഒരൊറ്റ ചോദ്യം ഉത്തരം നിങ്ങളോട് തന്നെ പറ. എല്ലാവരും വിശുദ്ധന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന നിങ്ങൾ, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ഒന്ന് പറ. പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരാൾ മറ്റുള്ളവരുടെ പ്രാർത്ഥന ചോദിക്കാൻ യോഗ്യതയില്ലാത്തവര്. ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ വർഷങ്ങളായി പറഞ്ഞു പഠിച്ച പല്ലവി വീണ്ടും വീണ്ടും പാടി 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 അതിനെ പഴക്കിയെടുത്ത് കാച്ചിക്കുറുക്കി വീണ്ടും പാടുന്ന പാട്ടുകാരായി നമ്മളിങ്ങനെ അങ്ങ് മാറിപ്പോവുകയാ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു പ്രൈസാ. ഉച്ചരിക്കാൻ കൊള്ളാവുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേര്. അങ്ങനെ പറയുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയിപ്പിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹം. സഭയിലെ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും മുടങ്ങിപ്പോകാതെ സ്തോത്ര പ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ സത്യം പറയുന്നവരാന്ന എന്റെ വിശ്വാസം. എടുത്തുകാര് ഒരു ഹല്ലേലൂയ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കേൾക്കട്ടെ. ഇവിടുത്തുകാർ നല്ല പ്രോഗ്രസ് ഉള്ളവര്. ദൈവത്തിന് സ്തോത്രം. മധ്യ തിരുവിതാംകൂറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന പഴക്കമുള്ള ആളുകളല്ലേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന. സത്യമാണ് എന്തെന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയൂ. അതിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. കലങ്ങളെ ഉയർത്തി നിങ്ങൾ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ സമ്മതിച്ചല്ലോ. എനിക്കും സന്തോഷം. മറ്റുള്ളവരുടെ പ്രാർത്ഥന ചോദിക്കുന്നവർ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സന്നദ്ധരായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സന്നദ്ധരായിരിക്കണമേ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ നാം നമ്മെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എപ്രകാരം. ഒരു പാപി പാപം ചെയ്ത് പാപത്തിന് ദാസനായി അവന്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിധത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് നാം ദൈവത്തോട് എങ്ങനെയാണ് പ്രായശ്ചിത്തം ചോദിക്കുന്നത്, എങ്ങനെ പരിഹാരം വരുത്തും? 2 കാര്യങ്ങൾ കൂടെ പറയാം. 8-ാമതായി യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചോട്ടെ. യാക്കോബ്
2:9 മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മുഖപക്ഷം കാണിച്ചാലോ. ദൈവത്തിന് സ്തോത്രം. പാർഷ്വാലിറ്റി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആധുനിക പെന്തക്കോസ്ത് സമൂഹങ്ങളെ കുഴപ്പിക്കുന്ന ഒരു വിഷയമാണ് പാർഷ്വാലിറ്റി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. മുഖപക്ഷം. ചിലരോട് വലിയ പക്ഷം, ചിലരോട് അത്ര കണ്ട് പക്ഷമില്ല. ചിലർക്ക് പണമുള്ളവരോട് നല്ല പക്ഷം, പണമില്ലാത്തവരെക്കാണ് ഏതാണ്ട് ഒരു ഇച്ചീച്ചി പോലെ. ദൈവത്തിന് സ്തോത്രം. ഇതുള്ളവരൊക്കെ ഉണ്ട്. ഓർത്തോണം, പാപമാ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാ. ആത്മാവിലെ ആരാധന എന്ന് പറഞ്ഞാൽ കൈയടിച്ച് പൊട്ടിച്ചിട്ട് കയ്യിലോട്ട് നോക്കി കൊള്ളാവെന്ന് പറയുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ നല്ല കാര്യം, ഒരു തെറ്റുമില്ല. തുടർന്നു, ലെറ്റ് കണ്ടിന്യൂ. അതിനൊന്നും ഞങ്ങൾ വിരോധമല്ല. പക്ഷേ മുഖപക്ഷമുണ്ടോ? കർത്തൃ ശുശ്രൂഷകർക്കും ദൈവജനത്തിനും മുഖപക്ഷം എന്നുള്ളത് ദൈവസഭയിൽ അനുവദിക്കപ്പെട്ടതല്ല. ആരത് ചെയ്താലും, ഈവനത് ഞാനാണെങ്കിൽ പോലും ഞാൻ പാപി എന്നുള്ളത് സമ്മതിക്കുന്നു. പാടില്ല. സഭയിൽ അതിനനുവാദം ദൈവവചനം തരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം അതിന് അനുകൂലമായ ഒരു ഒറ്റ വാക്കും വചനത്തിൽ നമുക്ക് സാധ്യമായി വരുന്നില്ല. ആകയാൽ മുഖപക്ഷം കാണിക്കരുത്, അത് പാപം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. വീണ്ടും യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ വായിച്ചോണ്ട്. യാക്കോബ് 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ചെയ്യാത്തവന് അത് പാപം തന്നെ. യാക്കോബ് വീണ്ടും പറയുകയാണ്, നന്മ ചെയ്യുവാൻ അറിയാം, ചെയ്യാത്തവന് അത് പാപമാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നാം ചിന്തിപ്പാനിടയായിട്ടുണ്ട്. നന്മ ചെയ്യുവാൻ അറിയാം, പക്ഷേ അത് ചെയ്യുന്നില്ല, അത് അവന് പാപമാകുന്നു. പാപത്തിന്റെ ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ ദൈവമക്കളോട് ഓർപ്പിച്ചു. 1, ഏത് അനീതിയും പാപമാണ്. 2, പ്രമാണങ്ങളെ ഒരുവൻ നിസ്സാരമാക്കിയാൽ അതവന് പാപമാണ്. 3, ദൈവം വെറുക്കുന്ന മ്ലേച്ഛതകൾ ആര് ചെയ്യുന്നുവോ അത് പാപമാകുന്നു. 4, ഒരുവനെ മറ്റൊരുവൻ ശപിച്ചാൽ അത് അവന് പാപമായി തീരുന്നു. 5, കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപമാണ് ചെയ്യുന്നത്. 6, ദൈവവചനം പറയുന്നു, ദൈവത്തോട് ചെയ്ത നേർച്ച ആര് തള്ളുന്നുവോ അത് ദൈവസന്നിധിയിൽ പാപമാകുന്നു. 7 പറയുന്നു, ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ അത് പാപമാകുന്നു. 8, മുഖപക്ഷം പാർഷ്യാലിറ്റി കാണിച്ചാൽ അത് പാപമാകുന്നു. 9, ദൈവവചനത്തിൽ ചിന്തിച്ചു, നന്മ ചെയ്യുവാൻ അറിയാം പക്ഷേ ചെയ്യുകയില്ല, അത് അവന് പാപമായി തീരുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകും. നന്മ ചെയ്യുവാൻ അറിയാം. ഫോർ എക്സാമ്പിൾ, ഒരുവന് നന്മ ചെയ്യേണ്ട കാര്യമുണ്ടാകുമ്പോൾ നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ സ്നേഹിതൻ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ, നിങ്ങളുടെ മക്കൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഫീസ് കൊടുത്ത് നല്ല സ്കൂളുകളിൽ, നല്ല കോളേജുകളിൽ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുമ്പോൾ അയൽവാസിയുടെ കുഞ്ഞ്, സഹോദരന്റെ കുഞ്ഞ് നല്ലൊരു വസ്ത്രം ധരിപ്പാനില്ലാതെ, നല്ല ഒരു സ്കൂളിൽ പഠിപ്പാൻ പോകുവാൻ വകയില്ലാതെ, അവൻ സമ്പത്തില്ലാതെ ഭാരപ്പെടുമ്പോൾ അത് കണ്ടിട്ട് അവന്റെ ഭാരം ഞാനും കൂടെ ചുമക്കേണ്ടതാണെന്ന് അറിയാം, പക്ഷേ അത് ചെയ്യുന്നില്ല. കിട്ടിയതെല്ലാം എനിക്ക് എന്നുള്ള ഒരേ ചിന്തയിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിനെ ബൈബിൾ പാപം എന്നാണ് വളരെ വ്യക്തതയോടുകൂടെ നമ്മെ വിളിച്ച് അറിയിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ മനുഷ്യജീവിതത്തിൽ അറിയാതെ മറഞ്ഞുകിടക്കുന്ന പാപത്തിന്റെ ശക്തികൾ ഉണ്ട്. ഇതിനെ നാം ഒന്ന് ചിതഞ്ഞ് പരിശോധിക്കണമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടു മനസ്സിലാക്കി അതിന് പരിഹാരം നാം കണ്ടുപിടിച്ചു കൊള്ളണം. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു സാദൃശ്യത്തെ നാം ഒന്ന് നോക്കിയാൽ, ക്രിസ്തുവിന്റെ ഉപമകളും സാദൃശ്യങ്ങളും ഒക്കെ വളരെ മനോഹരമായി വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 12:45 വാക്യം വായിച്ചാട്ടെ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിലും വല്ലാതെയാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 12:45 വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടു, യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാത്താൻ അവനോട് ചേർന്ന് അവനോട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് വീണ്ടും അവനിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ചിന്തിക്കും സാത്താന്യ ആക്രമണം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെന്ന്. അല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, നിൽക്കാതെ പ്രവാഹം പോലെ അത്
ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ബൈബിൾ വ്യക്തമായി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം. ഇതിനെ നാം കണ്ടുപിടിച്ച് പരിഹരിക്കണം. എന്നാൽ സാത്താന്റെ പ്രേരണയാൽ മനുഷ്യൻ പാപികളായി തീർന്ന് അവന്റെ ആത്മാവിനാൽ, സ്പിരിറ്റ് ഓഫ് സൈറ്റൻ, സാത്താന്റെ ആത്മാവ് ഇന്ന് ലോകത്തിൽ ക്രിയ ചെയ്യുന്ന അനേക ആവിധത്തിലുള്ള ആത്മാക്കളെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെയും നമുക്ക് കാണുന്നതാണ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ എന്നേക്കുമായിട്ടുള്ള വിട്ടുപോക്കല്ല, വീണ്ടും അവനിലേക്ക് വരും. നമ്മുടെ മുൻപിൽ പാപത്തിന്റെ പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്ന ശത്രുവായ സാത്താൻ നമ്മുടെ അടുക്കൽ വന്നാൽ നാം ഒരുപക്ഷെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട് ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ ശത്രുവിന് നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് വരും. അതുകൊണ്ട് പിശാച് പിന്മാറുകയില്ല, അവൻ വീണ്ടും വരും. നമ്മോട് വായിക്കുന്നത്, വന്നപ്പോൾ അലങ്കരിച്ചിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. എന്താണ് അശുദ്ധാത്മാവ് ചെയ്തത്? പോയി തന്നിലും ബലമേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ മുൻപത്തെ സ്ഥിതിയേക്കാൾ പിന്നത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി, അവന്റെ അന്ത്യം വളരെ പരിതാപകരമായി തീർന്നു. ഒരു പാപിയുടെ ആരംഭവും അന്ത്യവും ഈ വേദഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യമാവുകയാണ്. ഞാനിത് ഈ വാക്യം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ഇനിയിപ്പോൾ പറയുന്നത് സാത്താന്റെ ആത്മാക്കൾ, പൈശാചിക ആത്മാക്കൾ മനുഷ്യ ജീവിതങ്ങളിൽ കടന്നുകൂടി അവരോട് എതിർത്ത് നിന്ന് അവരെ തകർക്കുന്ന ചില സംഭവങ്ങളിലൂടെ ഇന്ന് ലോകത്തിൽ മനുഷ്യനെ സ്വാധീനിച്ച് അവരെ തകർക്കുവാൻ പോകുന്ന അനുഭവങ്ങളായി എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ തന്നെ ദൈവമക്കളോട് പറയുക, പ്രാർത്ഥനാ നിരതരായ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ചിലപ്പോൾ സാത്താൻ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും, മൈക്കേലോ അല്ലെങ്കിൽ ലൈറ്റേലോ ഒക്കെ എവിടെങ്കിലും പിടിക്കും. പക്ഷെ എങ്ങും കയറി പിടിക്കരുത്. ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ ശത്രുവായ സാത്താൻ എവിടെയും തുടരുത്. നമുക്ക് രക്തത്തിൽ ആശ്രയിക്കാം. ഒരു നിമിഷം യേശുവിന്റെ രക്തത്തിനുള്ളിലേക്ക് ദൈവമക്കൾ വന്നാട്ടെ. ഒരു നിമിഷം യേശുവിന്റെ രക്തത്തെ ഒന്ന് ഏറ്റു പറഞ്ഞാട്ട്. ശത്രു വലിയവനല്ല, യേശു വലിയവൻ. സാത്താൻ വലിയവനല്ല, നമ്മുടെ കർത്താവ് വലിയവൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറ, എന്റെ യേശു വലിയവൻ. ധൈര്യമായി പറഞ്ഞാട്ട്. ആരും മൗനമായിരിക്കേണ്ട. യേശു വലിയവനെന്ന് പറ. സാത്താന്റെ ശക്തികളുടെ മേൽ ജയമെടുക്കുവാൻ, പാതാളത്തിന്റെ ഗോപുരങ്ങളെ ഇളക്കി മറിക്കുവാൻ, അന്ധകാരത്തിന്റെ വല്ലമകളെ തകർത്തെറിയുവാൻ ശക്തിയുള്ള യേശുവിന്റെ നാമം ഇന്ന് രാത്രി വേളയില് ശക്തിയോടുകൂടെ നമ്മുടെ മധ്യേ പ്രവർത്തിക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്. യേശുവിന്റെ രക്തത്തിൽ നമുക്ക് മുദ്രയിടാം. ഈ രാത്രി വേളയിൽ ഈ പന്തലും പരിസരങ്ങളും കൂടപ്പെട്ട ഓരോ ദൈവമക്കളും യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടപ്പെട്ടവരായി സൂക്ഷിക്കപ്പെടട്ടെ. സാത്താന്റെ ആത്മാക്കൾ ലിസൺ, ശ്രദ്ധിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ ആത്മാക്കൾ, പിശാചിന്റെ ആത്മാവ് ഇന്ന് ലോകത്തിൽ ശക്തിയുക്തം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നാം വായിച്ച വാക്യം അതിന് ഉത്തമ ഉദാഹരണം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി തിരികെ വന്നപ്പോൾ നന്നായിരിക്കുന്നു. പാപിയെ വിട്ടുപോയ അശുദ്ധാത്മാവ് തിരികെ വന്നപ്പോൾ രക്ഷിക്കപ്പെട്ടു. അതാണ് ഈ മനോഹരം അടിച്ചു വാരി അലങ്കരിച്ച് വൃത്തിയാക്കിയെന്നൊക്കെ പറഞ്ഞത്. ആത്മീക ജീവിതത്തിന്റെ പ്രൊട്ടക്ഷനെ, അതിന്റെ ഫ്രാഗ്രൻസ്, അതിന്റെ സൗരഭ്യം, അതിന്റെ സൗന്ദര്യം, അതിന്റെ ബ്യൂട്ടി, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ആത്മീക ജീവിതത്തിന്റെ സൗന്ദര്യം, മാനസാന്തരം, രക്ഷ, സ്നാനം, അഭിഷേകം, വേർപാടിൻ ജീവിതത്താലൊക്കെ ഇങ്ങനെ അലങ്കരിക്കപ്പെട്ട് മനോഹരമായി നിൽക്കുമ്പോൾ കേറുവാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. പോയി തന്നിലും ബലമേറിയ ശക്തിയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. 7 ആത്മാക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം. സാത്താന്യ ആത്മാക്കളെ കുറിച്ച് പറയുമ്പോഴും 7 ആത്മാക്കൾ എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ 7 ആത്മാവെന്നും പറയുന്നുണ്ട്. ആ ദൈവികമായ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത, സാത്താന്യമായ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത ലോകത്തിൽ ഇന്നത് ശക്തിയുക്തം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ മുൻപിലത്തെ അവസ്ഥ, അവന്റെ പിൻപിലത്തെ അവസ്ഥ മുമ്പിലത്തേതിനേക്കാൾ പരിതാപകരമായി. ഒരു പാപിയുടെ ജീവിത ആരംഭം, ഒരു പാപിയുടെ ജീവിത അവസാനം എത്ര പരിതാപകരമാകുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണത് സാധ്യമാകുന്നത്? ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്തില് മനുഷ്യനെ സ്വാധീനിക്കുന്ന സാത്താന്റെ വലയങ്ങൾ, സാത്താന്റെ ശക്തികൾ. നിങ്ങൾ ചിന്തിക്കും സാത്താന്റെ വലയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറകിൽ വാലുള്ളതും മേളിൽ 2
കൊമ്പുള്ളതും നീണ്ടൊരു മൂക്കുള്ളതുമായ പല്ലുകളൊക്കെ ഇങ്ങനെ നീട്ടി ദംഷ്ടകൾ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഏതാണ്ടൊരു രൂപമാണ് പിശാചെന്ന്. അത് രൂപമായി നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ, അതൊന്നുമല്ല. സ്പിരിറ്റ് ഓഫ് സൈറ്റൻ, സാത്താന്റെ ആത്മാക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഉപായത്തിൽ, ദൈവത്തിന് സ്തോത്രം, സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചുവെന്ന്. അവൻ സൂത്രക്കാരനാണ്, ഭയങ്കര ഉപായം. അതുകൊണ്ടാണല്ലോ ആരംഭത്തിൽ വായിച്ചത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചു. എവിടുന്നാ കണ്ടുപിടിച്ചത്? സൂത്രങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യന്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ ലൂസിഫർ, സൈറ്റൻ, സാത്താൻ, പിശാച്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവനാണ് അവരുടെ റോൾ മോഡൽ. വിശുദ്ധനായി ജീവിക്കുന്നവരുടെ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ ജീസസ്, യേശു, നമ്മുടെ കർത്താവായ യേശു. അവനാണ് നമ്മുടെ മോഡൽ. അവനാണ് നമ്മുടെ മുൻപിൽ നിൽക്കേണ്ടത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ പിൻപിൽ ഒരു ചാർട്ട് കെട്ടിയിട്ടുണ്ട്. ഈ ചാർട്ട് ഈ ബൈബിൾ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമൊന്നുമല്ല. എന്നാൽ ഈ കാലത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരുവാൻ വേണ്ടി, ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ചില കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ചാർട്ടിൽ പല വിഷയങ്ങളെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും വചനത്തിലൂടെ എങ്ങനെ നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ബോധ്യമാക്കുവാൻ, ദൈവിക സത്യങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുവാൻ, സാത്താന്റെ പ്രവൃത്തി എങ്ങനെ, യേശുവിന്റെ പ്രവൃത്തി എങ്ങനെയെന്നുള്ളത് ബോധ്യമാക്കുവാൻ ചില സാദൃശ്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നെന്ന് മാത്രം. അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യം, ചിത്രത്തിന് വലിയ പ്രാധാന്യങ്ങളില്ല. ചാർട്ടിന്റെ ആദ്യ ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. ഈ ഭാഗത്ത് ദൈവത്തിന് സ്തോത്രം, ബ്ലൂ വെയിൽ ഗെയിംസ് എന്ന് പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആധുനിക ലോകത്തെ വല്ലാതെ കുഴക്കി മറിക്കുന്ന ഒരു പ്രതിഭാസമായി ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്ലൂ വെയിൽ ഗെയിംസിനെ കുറിച്ച് നാം നോക്കുമ്പോൾ 2014 വർഷത്തിലാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇതിന്റെ ആരംഭമുണ്ടായത്. ഫിലിപ്പ് ബുട്ടീക്കൻ എന്ന് പറയുന്നതായ ഒരു സമർത്ഥനായ വിദ്യാർത്ഥി, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന്റെ ഭാവനയിൽ താൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് താൻ പുറത്താക്കപ്പെട്ടതിന്റെ വൈരാഗ്യം കൊണ്ട് ഈ ലോകത്തിന് പ്രയോജനമില്ലാത്ത ജൈവമാലിന്യങ്ങൾ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടട്ടെ എന്നുള്ള മുദ്രാവാക്യത്തോടെ, ആദർശത്തോടുകൂടെ ലോകത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു പൈശാചിക ആക്രമണ സ്വഭാവമുള്ള ഒരു കില്ലർ ഗെയിമാകുന്നു ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. സൈലന്റ് ഹൌസ് എന്നോ സി ഓഫ് വെയിൽ എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ ഇത് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നു. ഇത് ഒരു സാധാരണ ഗെയിമല്ല. ഗെയിം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ, ഇപ്പൊ മുമ്പ് ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഇൻട്രസ്റ്റ് പോയത് എല്ലാരെയും ഗെയിം കളിപ്പിക്കാൻ തുടങ്ങുകയാണെന്നാണ് അവരുടെ ചിന്ത. അല്ല, സംഭവമൊക്കെ സത്യാവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞു തരാം. ഗെയിം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ ആർക്കും ഒഴിച്ചുകൂടാൻ വയ്യ. കുട്ടികൾ മാത്രമല്ല, വയസ്സന്മാർ. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അപ്പൂപ്പൻ 80 വയസ്സിങ്ങനെ കണ്ണിന് കാഴ്ച ഒന്നില്ല, ഇങ്ങനെ പിടിച്ച് ഞെക്കുന്നു. ഞാൻ ചോദിച്ചു എന്നെ എടുക്കാൻ ചോദിച്ചു. വച്ചാൽ ചുമ്മാ സമയം പോക്കിന് ഗെയിം കളിക്കുക, ഏണിയും പാമ്പും കളിക്കുക. മുതുക്കൻ മൊബൈലിനകത്ത് കണ്ണുപോലും കാണാത്ത കിളവൻ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന അപ്പൂപ്പൻ പോലും ഇപ്പോ ഇത് വെച്ച് ഞെക്കുക. ഞെക്കിയിട്ടൊന്നും ഒറ്റ ഞെക്കിനൊന്നും തീരുന്നില്ല, 2-3 ഞെക്കൊക്കെ ഞെക്കിയിട്ട ഒന്നങ്ങോട്ട് അമങ്ങുന്നത്. കുത്തിക്കളിക്കുന്ന മുതുക്കന്മാര് വരെ ഉണ്ടായ കാലം. എന്തിനാ പിന്നെ പിള്ളേരെ കളിയാക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇതിപ്പോ എല്ലാവരെയും ഒന്നുപോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾ, ഓൺലൈൻ ഗെയിമുകൾ, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സൈറ്റനിക് സ്പിരിറ്റ് ആണ് എന്നുള്ള ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് ബോധ്യമായി കുഞ്ഞുങ്ങളെ അതിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ബ്ലൂ വെയിൽ ഗെയിം എന്നാണ് അതിന്റെ പേരെങ്കിലും അതൊരു ഗെയിമല്ല, അതൊരു കില്ലർ ക്രൈമാകുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ കൊന്നൊടുക്കുന്ന കിരാതമായ അതിഭയങ്കരമായ നിലവാരത്തിൽ കൊന്നൊടുക്കുന്ന ഒരു പ്രതിഭാസമാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏതാണ്ട് ഇന്നത്തെ കണക്കനുസരിച്ച് 1000-ലധികം ആളുകൾ ഈ കില്ലർ ക്രൈമിലൂടെ കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 15,000-20,000-ഓളം പേർ ഇന്ന് ഈ ഗെയിമുകൾ കളിച്ചുകൊണ്ട് ഇരിക്കുന്നു. കേരളത്തിൽ മാത്രം 5,000-ലധികം പേർ ഈ ഗെയിം കളിച്ചതിന് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അന്തിമ വിധി എന്തായിരിക്കുമെന്നുള്ളത് അതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ളവർ, നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളവരായിരിക്കും, അറിഞ്ഞിട്ടുള്ളവരായിരിക്കും. ചില നാളുകൾക്ക് മുമ്പ് പാലക്കാട്ട് നിന്ന് 4 യൗവനക്കാരായ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് അവർ ചാവക്കാട് കടപ്പുറത്തേക്ക് എത്തി. കടപ്പുറത്തെത്തിയപ്പോൾ പോലീസ് അവരെ പിടിച്ചു. എന്തിനെന്നറിഞ്ഞുകൂടാ. അന്വേഷണം നടത്തിയപ്പോൾ ഈ കില്ലർ ക്രൈം കളിച്ച് അവർ വീട് വിട്ടവരുടെ സ്ഥാപനങ്ങൾ വിട്ട് പുറപ്പെട്ടു പോയതാ. അവരെ നിയന്ത്രിക്കുന്ന സാധാന്യമായ ഒരാത്മാവ്, പ്രിയപ്പെട്ട
എന്റെ ദൈവമക്കളെ, സാത്താൻ നേർരൂപത്തിലല്ലെന്ന് പ്രവർത്തിക്കുന്നത്. അവന്റെ സ്പിരിറ്റുകൾ ലോകത്തിൽ ശക്തിയുക്തം പ്രവർത്തിക്കുന്ന ഒരു കാലം. ഇത് മനസ്സിലാക്കുവാൻ ദൈവമക്കൾ ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കണം, ആത്മജ്ഞാനമുള്ളവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ഗെയിം ഒരിക്കലും ആർക്കും ഡൗൺലോഡ് ചെയ്യുവാൻ സാധ്യമല്ല. ഇതിന്റെ ലിങ്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഫോണുകളിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധ്യമല്ല. അതൊരു ഓൺലൈൻ ഗെയിമാണ്. ദൈവത്തിന് സ്തോത്രം. ഓൺലൈനായി മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നൊടുക്കുന്ന ഒരു സമ്പ്രദായം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം നിങ്ങൾ അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ സകല ഡാറ്റാസും കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഓൺലൈൻ വഴിയായി ഹാക്ക് ചെയ്യപ്പെടുവാനിടയായി തീരും. ഭീകരമായ സംഭവം. ഇത് വ്യക്തമായി ദൈവമക്കൾ ബോധ്യമുള്ളവരായി തീരണം. കേരളത്തിന്റെ പോലീസ് DGP അടുത്ത കാലത്ത് കേരളത്തിലുള്ള യുവാക്കൾക്ക് അവർക്കൊരു ബോധവൽക്കരണം നടത്തിക്കൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞു, മാതാപിതാക്കൾ, അധ്യാപകർ, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ ഈ കാര്യങ്ങളെക്കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കണം എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. എവിടെ നിന്നാണ് ലഭ്യമാക്കുന്നത്? ഹൂ ഈസ് ദ കൺട്രോളർ ഓഫ് ദിസ് ഗെയിം? ആരാണ് ഇതിന്റെ കൺട്രോളർ? ആർക്കും അറിഞ്ഞുകൂടാ. ഇതിന്റെ അഡ്മിൻ ആരാണ്? ആർക്കും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. സീക്രട്ട് കമ്മ്യൂണിറ്റികൾ, സീക്രട്ട് സൊസൈറ്റികൾ, ഓൺലൈനുകളായി മറഞ്ഞിരിക്കുന്ന അപകട കെണികൾ മനുഷ്യന്റെ മുൻപാകെ ഒരുക്കുന്ന സീക്രട്ട് സൊസൈറ്റികൾ ആകുന്നു ഇതിനെ നിയന്ത്രിക്കുന്നത്. എവിടെ നിന്നാണ് എന്നാർക്കും ഇതുവരെ അതിനെ കണ്ടുപിടിച്ചെടുക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ അത് മുൻപോട്ട് പോകുക. 50 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പില് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നീട് നമ്മുടെ കൈമേൽ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ഈ ബ്ലൂ വെയിലിന്റെ പടം, ഈ കാണുന്ന ബ്ലൂ വെയിലിന്റെ പടം രക്തമൊഴുകത്തക്ക നിലവാരത്തിൽ കൈമേൽ വരഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി മനുഷ്യർ ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ 50-ാം സ്റ്റെപ്പാകുമ്പോൾ 15-ാം സ്റ്റെപ്പിലേക്ക് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ വന്നാൽ പൂർണ്ണമായിട്ട് അതിന് അടിമപ്പെടുവാനിടയാകൂ. 50-ാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മഹത്യ. എന്താണ് സാത്താൻ ചെയ്യുന്നത്? ടൈം പാസിന് വേണ്ടി കൊണ്ടുവന്ന് മനുഷ്യനെ കൊന്നൊടുക്കുന്നു. ആരാണിത് ചെയ്യുന്നത്? സാത്താന്റെ ആത്മാവ് ലോകത്തിൽ ശക്തമായി ക്രിയ ചെയ്യുന്നു. ദൈവമക്കൾ ജാഗ്രതയുള്ളവരായിരുന്നു കൊള്ളണം. ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഗെയിമുകളെ കുറിച്ച് ദൈവമക്കൾ ബോധവാന്മാരായിരിക്കണം. സാത്താന്റെ ശക്തികൾ എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ ഇനി ഇതിനിടയിൽ നിങ്ങൾ പിന്മാറുവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മെയിലിൽ ഇങ്ങനെ ഭീഷണിയുടെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ കൊല്ലുമെന്നു, നിങ്ങളുടെ മാതാപിതാക്കളെ കൊല്ലുമെന്നു ഒക്കെയുള്ള ഭീഷണികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകല്ലേ എന്ന് ഞാൻ താഴ്മയോടെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. വീണ്ടും ചാർട്ടിലേക്ക് നാം വരുമ്പോൾ ഇതിന്റെ അടുത്ത ഭാഗത്ത് ദൈവത്തിന് സ്തോത്രം. പിക്ചർ നമ്പർ 2 2 ഗെയിമുകളുടെ പടം കൊടുത്തു. ഒന്ന് ആംഗ്രി ബേർഡ്, മറ്റൊന്ന് ബെൻറ്റൺ എന്നാണ് അതിന്റെ പേര്. ഇത് രണ്ടും മറ്റ് ചില ഗെയിമുകളാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അതിനെ ചിലർക്കൊക്കെ പരിചയമുണ്ട്. ആംഗ്രി ബേർഡ് എന്ന് പറയുന്നതും ബെൻറ്റൺ എന്ന് പറയുന്നതും. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ എല്ലാം പിന്നിൽ വിശദീകരിച്ച് പറയാൻ പോയാൽ സമയം പോകും. ഞാൻ ഓടിച്ചു പറയുക. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തികൾ, സ്പിരിറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് മഹത്വം. ആംഗ്രി ബേർഡ് എന്ന് പറയുന്ന ആ പേര് തന്നെ കണ്ടിട്ടില്ലേ? അതിന്റെ രൂപമൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു വല്ലായ്മ തോന്നുന്നു. എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ ആയിരിക്കുന്ന വിശ്വാസഭവനത്തിൽ പുതുതായി ട്രാൻസ്ഫറായി ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അർദ്ധരാത്രിയായപ്പോൾ എന്റെ മുറിക്കകത്ത് പെട്ടെന്ന് ഇരുട്ട് നിറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ഒരു ഇരുട്ട് പ്രത്യേകമായ തരത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങി പോകുന്ന ഞാൻ ശരിക്കത് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ നോക്കുമ്പോൾ എവിടെയൊക്കെ പോയെന്ന് അറിയുന്നില്ല. അതിങ്ങനെ പെട്ടെന്ന് മുറിയിൽ ചുറ്റി നടന്നിട്ട് ഒരു ഭിത്തിയിലേക്ക് പോയി പറ്റിയതായി ഞാൻ മനസ്സിലാക്കി. വല്ലാത്ത അസ്വസ്ഥത, എന്റെ മനസ്സിന് വല്ലാത്ത ഭാരങ്ങൾ, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഈ എവിടേക്കാണ് പോയതെന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച പറയുക. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പലരും ചെയ്യുന്നത്, അറിയാതെ. ഞാൻ നോക്കുമ്പോൾ ഒരു കലണ്ടർ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു വാൾ സ്റ്റിക്ക് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ വാൾ സ്റ്റിക്കിന്റെ പുറത്ത് ഉള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഈ ആംഗ്രി ബേർഡിന്റെ ഡിസൈൻ ആയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഡിസൈൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെ ആ ഡിസൈൻ ആലേഖനം ചെയ്യപ്പെട്ട ഒന്നിൽ പോലും ആ ഇരുട്ടിന്റെ ഒരാത്മാവ്, ദൈവത്തിന്റെ സ്തോത്രം, പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിന്റെ ശക്തികൾ അതിലും ക്രിയ ചെയ്യുന്നുണ്ട്. വളരെ കരുതിയിരിക്കണം. നിങ്ങൾ വാങ്ങുന്ന തിങ്സ്, കടയിൽ വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ നോക്കിക്കൊള്ളണം. നോക്കി മനസ്സിലാക്കി വേണം വാങ്ങുവാൻ. എല്ലാം വാങ്ങി
വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അതിലൂടെ പ്രവർത്തിക്കുന്ന സാത്താന്റെ ശക്തി ഒരുപക്ഷേ നമ്മുടെ തലമുറകളെ വിഴുങ്ങിക്കളയുവാൻ ഇടയായി തീരും. ബെൻറ്റൻ എന്ന് പറയുന്ന അടുത്തൊരു ഗെയിമിനെ കുറിച്ച് പറയുന്നു. അമേരിക്കയിലുള്ള ദൈവത്തിന് സ്തോത്രം ബെന്യാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കൊച്ചുകുട്ടി, നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം. അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഒരു വാച്ചിനെ കാണുവാൻ കഴിയുന്നു. ആ വാച്ച് അവൻ ഇടങ്കയിൽ കെട്ടുമ്പോൾ അവനൊരു പ്രത്യേക ശക്തി ഉണ്ടാകുന്നു പോലും. അതിലൂടെയാണ് പിന്നീട് ആ ഗെയിമിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ബിബ്ലിക്കലായി നാം ഇതിനെക്കുറിച്ച് പഠിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു സാത്താന്യ ആത്മാവ് ക്രിയ ചെയ്യുന്നു. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം, ഓൺലൈൻ ഗെയിമുകളിലൂടെ തലമുറകളെ വഷളാക്കുവാൻ മാതാപിതാക്കൾ ആരും അനുവദിച്ചുകൂടാ. ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുക, അനുവദിച്ചുകൂടാ എന്ന് വേദം നമ്മെ ഓർപ്പിക്കുന്നു. ശത്രു മുഴു ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്.